ഇൻക്ലാബ് സിന്ദാബാദ്, എൻജോയ് യൂണിയൻ സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം. പറയൂ ഓഫീസർ, ഇൻക്ലാബ് സിന്ദാബാദ്. ഭരണം മാറിയതിന്റെ ഹുങ്ക് ഉപയോഗിച്ച് 3 വർഷം പൂർത്തിയാകാത്ത 2 ജീവനക്കാരെ സ്ഥലം മാറ്റി. ഭരണത്തിന്റെ സ്വാഭാവിക നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് 3 വർഷം കഴിഞ്ഞ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത് ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ പൂർത്തിയാകാത്ത 2 പേരും വളരെ ദീർഘകാലം പുറത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത ആളുകളെ, ഹൈറേഞ്ച് ഏരിയയിൽ, ഹിൽ ഏരിയയിൽ ജോലി ചെയ്ത ആളുകളെ അടക്കം 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ അവരെ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. 1. കാട്ടാക്കടയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂട്ട സ്ഥലമാറ്റത്തെ ചൊല്ലി NGO യൂണിയന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. 9 ഓഫീസ് അറ്റൻഡർമാർ, 5 സൂപ്രണ്ടുമാർ, 7 UD ക്ലർക്കുമാർ എന്നിവരെ അനധികൃതമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ ട്രഷറി ഓഫീസർ സജു PLനെ NGO യൂണിയൻ ഭാരവാഹികൾ തടഞ്ഞുവെച്ചത്. ഉദ്യോഗസ്ഥരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു മാറ്റിയ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സമരം ശക്തമായതോടെ പോലീസ് സ്ഥലത്തെത്തുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പോലീസും സമരക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ പോലീസ് സംരക്ഷണത്തിലാണ് ട്രഷറി ഓഫീസറെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. ഈ സമയത്ത് പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥനെതിരെ കൂകി വിളിച്ചുകൊണ്ട് തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും അനധികൃതമായ സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് NGO യൂണിയൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ആ ട്രാൻസ്ഫർ ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ സംഘടനാ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പറഞ്ഞ നിയമവിരുദ്ധമായ ഉത്തരവ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് സംഘടനാ പ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോൾ ഈ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന 9 ഓഫീസ് അറ്റൻഡന്മാരുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ റിക്വസ്റ്റ് മുഖാന്തരമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി അവർക്കെതിരായി ഉയർന്നു വരണം. ഈ 2 കാര്യങ്ങളുമില്ലാതെ തുച്ഛ വരുമാനക്കാരായിട്ടുള്ള ഓഫീസ് അറ്റൻഡന്മാരെ, അതിൽ 8 ആളുകൾ NGO യൂണിയന്റെ മെമ്പർമാരാണ്, പ്രവർത്തകരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ 8 ആളുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇയാൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമായി നിരന്തരമായ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് ജീവനക്കാരെ വെല്ലുവിളിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമത്തിനെതിരായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. GTV ന്യൂസ്, കാട്ടാക്കട.